അപ്പുറത്തെല്ലാവരും ഇങ്ങോട്ട് ചെവി വട്ടം പിടിച്ചിരിക്കുകയായിരിക്കും. നോക്കിക്കൊള്ളണം. ഓക്കെ. സിദ്ധു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. ശിവ, മുംബൈ സൊണാലി ഫാബിന്റെ ഫുൾ ചാർജ് നിനക്കായിരുന്നു. പിന്നെ അത് മാറിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. നിന്റെ കയ്യിലിരിപ്പ് കാരണം. അത് പണ്ടല്ലേ പപ്പ. ആ പഴയ കഥ ആവർത്തിക്കരുത്. നിനക്ക് വീണ് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസാണിത്. കഴിവ് തെളിയിച്ച് ബിസിനസ്സിൽ തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല അവസരം. എനിക്കറിയാം, സിദ്ധു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അതിനൊപ്പം എത്തണം എനിക്ക്. ഒപ്പം എത്തിയാ പോരാ, ആ ഇമേജിന് മുകളിലെത്തണം. സിദ്ധുവേട്ടൻ സ്റ്റാഫിൽ പെട്ട എല്ലാവരും വഴക്കു പറയും. ദിവസവും ആർക്കെങ്കിലും ഒക്കെ നല്ല ഡോസ് കിട്ടും. ഒരു മയവും ഇല്ലാതെ ചൂടാവുന്നത്. എന്നിട്ടും ഏട്ടനോട് എല്ലാവർക്കും സ്നേഹ. ആ സ്നേഹത്തിന് കാരണം എന്താണെന്ന് പൂജ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സിദ്ധുവേട്ടന്റെ ആത്മാർത്ഥത, ബിസിനസ്സിലുള്ള ഡെഡിക്കേഷൻ, അതായിരിക്കും കാരണം. എക്സാക്ട്ലി. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് എന്താവശ്യം വന്നാലും സിദ്ധുവേട്ടൻ സഹായിക്കും. അങ്ങനെ ജോലിക്കാരുടെ തോളത്ത് കൈയിട്ട് സോപ്പിടുന്നതിലൊന്നും കാര്യമില്ല. നീ തോളി കൈയിടാൻ പോകണ്ട. MD അവരുടെ ആളാണെന്നുള്ള ഫീല് സ്റ്റാഫിനുണ്ടായാൽ മതി. അതൊരു തന്ത്രമാണ്. ആത്മവിശ്വാസത്തോടു കൂടി നിക്കടാ ശിവ. പൂജ മോളുണ്ട് നിനക്ക് സഹായത്തിന്. ശിവയ്ക്ക് നിന്നുള്ള ദേഷ്യമൊക്കെ മാറി കേട്ടോ. സിദ്ധുവിനെയും അപ്പുവിനും തമ്മിൽ അകറ്റണം. അതാണ് എന്റെ ടാർഗറ്റ്. അത് മാത്രമാണ്. ഈ ലൈം ജ്യൂസ് കുടിക്ക്. എനിക്ക് വേണ്ട. എടി നിന്റെ തണുപ്പേ ഉള്ളു, കുടിക്കേ. വേണ്ടാത്തോണ്ടാ കുഞ്ഞമ്മേ. ഷേടാ, ഓഫീസിലെ പ്രശ്നം ഉണ്ടായിരുന്നു, നീ ഇതിനെ ലൈം ജ്യൂസ് കുടിക്കാതിരിക്കണേ? അതുകൊണ്ടൊന്നും അല്ല. സിദ്ധു വിളിച്ചാ? ഇല്ല. അപ്പൊ അത് പറ, അതാണ് കാര്യം. എന്നാലും ആ കൊച്ചൻ കാണിക്കുന്നത് മര്യാദ കേടാ. നിങ്ങൾ MDയും ജോലിക്കാരിയൊന്നും അല്ലല്ലോ, നാളെ കെട്ടാൻ പോകുന്നവരല്ലേ. നിന്നെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കേണ്ട കടമ അവനുണ്ട്. ഇതാണ് ഈ പണക്കാരുടെ സ്വഭാവം. അവർക്ക് ആരുടെ കാര്യം. എന്നാലും ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ മോളെ, ആ പൂജ അവളാള് മിടിക്കുക. അപ്പോ പൂജക്ക് എത്ര രൂപ ശമ്പളം കാണും? എനിക്കറിയില്ല. നിനക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? പൂജയുടെ സാലറി അല്ലേ, അത് അവളെ തന്നെ വിളിച്ചു ചോദിക്കണം. ശരത്തിനെ കൊണ്ട് എന്തായാലും പൂജയെ കെട്ടിക്കാനിരിക്കുമല്ലേ. അപ്പൊ അവളുടെ വരുമാനമൊക്കെ എത്രയാണെന്ന് കണക്കുണ്ടാവണം. അതിനല്ലേ കുഞ്ഞമ്മ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ. എന്നിട്ട് സോണാലിക്കാരെ കുറ്റം പറയുന്നേ. ഇത് എന്ത് കൂത്തായത്? സിദ്ധു വിളിക്കാത്തിന് നീ ഇതിനോട് എന്നോട് ചാടി കടിക്കുന്നേ? നിനക്ക് നാരങ്ങളെ വേണ്ടെങ്കിൽ വേണ്ട, കുടിക്കണ്ട, പ്രശ്നം തീർന്നല്ലോ. ഇത് കൊള്ളാം. ഇനി പൂജ പവിത്രനാണ് ഈ ഓഫീസിന്റെ പോസിറ്റീവ് എനർജി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് MD ഒന്ന് കാണണം. യെസ്, ഞാനാണ് MD. പറയൂ. നിങ്ങൾ സിദ്ധാർത്ഥല്ലേ, സൊണാലി ഫാബിന്റെ മാനേജിംഗ് ഡയറക്ടർ? സിദ്ധു എന്നില്ല, ഞാൻ ബ്രദറാണ്. കാര്യം എന്താന്ന് പറയൂ. എങ്കിലെനിക്ക് അപർണയെ കാണണം. എവിടെയാ അപർണയുടെ സീറ്റ്? അപർണ എത്തിയിട്ടില്ല. പറക്കണ. നിങ്ങൾ ആരാണ്? എന്തിനു വേണ്ടി അവരെ അന്വേഷിക്കുന്നത് പറ. പുതിയ എന്തെങ്കിലും ഓർഡർ ആണോ മാഡം? പഴയ ഓർഡറാ, അതൊന്ന് പുതുക്കാൻ വേണ്ടിട്ടാ. അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. ഡീറ്റെയിൽസ് പറയൂ. അത് സിദ്ധാർത്ഥനോടും അപർണയോടും പറഞ്ഞാ പോരെ? സിദ്ധുവിന്റെ ഒപ്പം അപർണയെ കാണണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാ ഞാൻ അകത്തേക്ക് കയറി വന്നത്. എന്തിന്? ഇനി ഒളിച്ചുകളിയുടെ ആവശ്യമില്ല പപ്പ. ഞാൻ ഈ നാട്ടിലെത്താൻ നിമിത്തമായത്
പപ്പയാണ്. അതേസമയം സിദ്ധുവിനോടുള്ള സ്നേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പപ്പയ്ക്ക് കാര്യസാധ്യത്തിനായുള്ള കരുവായിട്ട് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അപർണയെ കാണുക തന്നെ ചെയ്യും. കണ്ടിട്ട് എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? അപർണയ്ക്ക് എന്നെ അറിയാം, പക്ഷേ ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അത് ഞാനങ്ങ് വെളിപ്പെടുത്തും. കണ്ടാൽ അപർണ ചിലപ്പോ പിന്മാറിയിട്ട് സിദ്ധുവിനെയും തനുശ്രീയും ഒന്നിപ്പിച്ചാലോ? പപ്പ എന്താ ആലോചിക്കുന്നെ? അതുപോലൊരു സംശയം. സിദ്ധുവിന്റെ ചേട്ടനാണ് സൊനാലിയുടെ പുതിയ MD എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ധുവോ പുറത്താക്കിയോ? അതെന്താ, സിദ്ധു സൊനാലിൽ നിന്ന് പുറത്തായെങ്കിൽ അവനെ കാണണ്ടെന്നാണോ? ഒരിക്കലും അല്ല. ഈ സ്ഥാപനത്തിൽ നിന്ന് അവൻ മാറിയാലും സൊനാലി ഫാമിലിയിൽ നിന്ന് അവൻ പുറത്താവില്ലല്ലോ. ഇവളൊരു നടക്ക് പോവില്ല. ഞാൻ ഇപ്പോഴും സിദ്ധുവിനെ സ്നേഹിക്കുന്നു പപ്പ. അവനായിരിക്കണം ഇനി എനിക്ക് ജീവിതത്തിൽ തുണയെന്ന് ആഗ്രഹിക്കുന്നു. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയി വന്നിട്ട് വെറും കൈയോടെ ഞാൻ എന്തിനു തിരിച്ചു പോണം? സിദ്ധുവിനെ അപർണയും തമ്മിൽ അകറ്റാനുള്ള കൊട്ടേഷനായിട്ടാ പപ്പ എന്നെ ഇവിടെ എത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവര് തമ്മിൽ എന്നേക്കുമായിട്ട് അകലണമെങ്കിൽ സിദ്ധുവിന്റെ ജീവിതത്തില് മറ്റൊരു പെണ്ണ് വേണം. ആ പെണ്ണെ തുടർന്നങ്ങോട്ട് എന്ന് ഞാൻ ആയിക്കോളാം. പപ്പയുടെ ലക്ഷ്യവും നടക്കും, എന്റെ ആഗ്രഹവും നടക്കും. ഇവളെ പിണക്കാൻ പാടില്ല. ഇവള് കുഴപ്പക്കാരിയാ. ഞാൻ പറഞ്ഞു ശരിയല്ലേ? വളരെ ശരിയാണ്. ആ പതിവില്ലാതെ നിന്നെയും കൂട്ടിക്കൊണ്ട് പപ്പ ഓഫീസിലേക്ക് പോയപ്പോഴൊന്നും നീ അറിഞ്ഞില്ല നിന്നെ MD ആക്കാൻ കൊണ്ടുപോവാണെന്ന്. ഞാൻ ഇതങ്ങ് വിശ്വസിക്കണമെന്നാണല്ലേ? സൊണാലി ഫാബ് ശിവയുടെ പേരിൽ എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. കുറച്ച് ദിവസത്തേക്ക് നോക്കി നടത്താനൊന്ന് ഏൽപ്പിച്ചു. പിന്നെ പൂജയുടെ കാര്യം, അവളെ ഫാഷൻ ഡിസൈനർ ആക്കിയത് അത്ര വലിയ കുഴപ്പമാണോ? അപർണയും സിദ്ധും ഈയുടെ ഓഫീസിലെ കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന പപ്പയുടെ വിലയിരുത്തൽ. വെറുതെ ശമ്പളം വാങ്ങിയാ മതിയോ? അങ്ങനെയാണെങ്കിലേ ദുബായിലെ കമ്പനിന്ന് ശിവ എത്ര തവണ മാറ്റി നിർത്തണം? അത്രയ്ക്ക് കുഴപ്പമില്ലായിരുന്നോ നീ? അതെ, കേട്ട് കേൾവി വെച്ച് കുഞ്ഞ അഭിപ്രായങ്ങളൊന്നും പറയല്ലേ. സിദ്ധു അപർണയും ചേർന്ന് സൊനാലി ഓഫീസിലെ ഡിസിപ്ലിൻ നശിപ്പിച്ചു. ഇന്നൊരു ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി. അവർക്ക് പ്രണയ നാടകത്തിലുള്ള സ്ഥലമാണോ MDയുടെ ക്യാബിൻ? വേറെ എന്തൊക്കെ ഇടപാടുണ്ട് സിദ്ധുവിന്റെ ഓഫീസില്? ഇന്ന് തന്നെ അവൻ അന്വേഷിച്ചൊരു പെണ്ണ് വന്നു. ഏത് പെണ്ണ്? ആർക്കറിയാം. സിദ്ധുവായി നല്ല അടുപ്പമുണ്ട് അവൾക്ക്. പപ്പയുടെ അതോ ഫ്രണ്ടിന്റെ മോളാണ് പോലും. എനിക്ക് അവളുടെ വരവിൽ എന്തോ പന്തികടാ തോന്നിയത്. അതാണോ ഇത്ര വലിയ മഹാസംഭവം? ഒരു ഓഫീസ് ആവുമ്പോഴേ പലരും കാണാൻ വരും. രാവിലെ ചേട്ടനെ പുതിയ സ്ഥാനാരോഹണം നടത്തിയതേ അതിന്റെ ഒന്നും പേരിലല്ല. ശിവയാണോ അതിന് സമാധാനം പറയേണ്ടത്? സിദ്ധുവിനും അപർണയ്ക്കും ഇല്ലാത്ത പ്രശ്നം മമ്മിക്കാണല്ലോ ഉള്ളത്. ഉണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്. അത് എന്നോടല്ല പപ്പയോടാണ് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ചോദിക്കും ഞാൻ. ഓഫീസിൽ നിന്ന് ക്ലബിലേക്കായിരിക്കും പോയിരിക്കുന്നല്ലേ? വരട്ടെ. മക്കളോട് ഇങ്ങനെ പക്ഷഭേദം കാണിക്കല്ലേ മമ്മി. ശിവയെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് അത്ര വലിയ തെറ്റാണോ? അത് സിദ്ധുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആവരുതായിരുന്നു. അപർണെ നാണം കെടുത്താനും പാടില്ലായിരുന്നു. പപ്പ ഇങ്ങ് വരട്ടെ, ചോദിക്കുന്നുണ്ട് ഞാൻ. മമ്മി സ്ട്രോങ്ങാ. പ്രശ്നാവൂ? അപർണയുടെ കാര്യത്തിലാ മമ്മിക്ക് പ്രശ്നം. പൂജയെ ആ പോസ്റ്റിൽ ഇരുത്തിയത് കൊണ്ടാ മമ്മി അധികം ഒന്നും പറയാത്തത്. പക്ഷേ ശിവ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറെ ദിവസം കഴിഞ്ഞ് പപ്പ പറയും, ഇനി ശിവ മാറി നിൽക്ക്, സിദ്ധു വീണ്ടും MD കസേരയിൽ ഇരുന്നോട്ടേന്ന്. അപ്പൊ ശിവ മാറി കൊടുക്കരുത്. അപ്പോ അത് കുഴപ്പമില്ലേ? ആയിക്കോട്ടെ. പപ്പയ്ക്ക് തോന്നുമ്പോ പകരക്കാരനായി നിൽക്കാനുള്ള ആളല്ല ശിവ. ഒരു കസേര കിട്ടിയ അത് പിന്നെ വിടാൻ പാടില്ല. മനസ്സിലാവും? ഇതെന്തായാലും ശരിയാവില്ല. ഞാനുമ്മേ കളിയാ. ഏത് നിമിഷം കൈവിട്ടു പോവും. എത്രയോ നാളായിട്ട് എന്റെ ജീവിതം ഞാനും മേൽ കളിയാ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ആ കളി അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണോ നീ ഇന്ന് ഓഫീസിലോട്ട് കയറി വന്ന്? പിന്നെ ഫോൺ എന്തിനാ? നീ ഫോൺ എടുക്കാത്തത് എന്റെ കുറ്റമാണോ? ഹോസ്പിറ്റലിൽ പോവാനായിട്ട് എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് നീ വന്നില്ല.
ആ ദേഷ്യത്തിനാ ഞാൻ ഓഫീസിലേക്ക് അന്വേഷിച്ചു ചെന്നത്. ഇന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അപ്പു ഓഫീസിൽ കാണുമെന്ന് അറിയാവുന്നതല്ലേ നിനക്ക്? അതോ ഇനി അപ്പുവിന്റെ മുമ്പില് എല്ലാം റിവീൽ ചെയ്യാന്ന് ഉദ്ദേശിച്ചു വന്നതാണോ? അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, അഥവാ ആണെങ്കിൽ തന്നെ എന്താ? ഒന്നുമില്ലേ? എന്നെ കുറിച്ച് അപർണയോട് സിദ്ധു എല്ലാം പറഞ്ഞിട്ടില്ലേ? ഞാൻ വീണ്ടും വന്നു, അത്രേ ഉള്ളൂ. എടോ, നീ ഇങ്ങനെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കല്ലേ? അപ്പൊ എന്റെ കാര്യം? ശപിക്കപ്പെട്ട ഒരു അസുഖം കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാനെന്ന് സിദ്ധു മറക്കുന്നു. ആ ഓർമ്മ ഉള്ളതുകൊണ്ടാ നിന്നെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പാക്ക് ചെയ്യും എന്നല്ലേ? എനിക്കറിയാം സിദ്ധു, നിനക്ക് ഞാനൊരു ബാധ്യതയാണെന്ന്. എന്ന് ഞാൻ പറഞ്ഞില്ല. നോക്ക് സിദ്ധു, എന്ത് സംഭവിച്ചാലും നീ ഇല്ലാതെ പറ്റില്ല എനിക്ക്. എന്റെ സ്നേഹം നീ തട്ടിക്കളയരുത്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നെ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്ക സിദ്ധു. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഞാൻ ആരോട് പറയാം? ഫോൺ എടുക്കാത്ത എന്താ? എടുത്തു. ഹലോ. എപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ട് ഒരു കോള് പോലും ഇല്ല. അത് ഞാൻ കുറച്ച് തിരക്കിലായി പോയി. വീട്ടിലെത്തിയിട്ട് എന്തായി? പപ്പ പിന്നെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാനിതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഇത്രയും സമയമായിട്ടോ? പിന്നെ ഇപ്പൊ എവിടെയാ സിദ്ധുവേട്ടൻ? അത് ഞാൻ ഓരോരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. ടെൻഷനുണ്ടല്ലേ? സാരില്ല, സൊണാലി ഫാബിന്റെ ബാനർ ഇല്ലാതെ തന്നെ സിദ്ധുവേട്ടൻ നല്ല നിലയിലാവും. പിന്നെ ഈ പാവം ഫാഷൻ ഡിസൈനറും കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് തുഴയാംന്നേ. ആ സിദ്ധുവേട്ടാ, ഇവിടെ ഒരു വിശേഷം ഉണ്ടായി. ബാല് വന്നിട്ടുണ്ട്. താര വരെ ചോദിച്ചു തുടങ്ങി പപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന്. സിദ്ധുവിനെയും അപ്പുവിനെയും തമ്മിൽ അകറ്റണം. ഇപ്പൊ അത് മാത്രമാണ് ആ മനസ്സില്. അതിനുവേണ്ടി എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്. ആ കൊച്ചുങ്ങളെ വേർപിരിക്കണമെന്ന് ചേട്ടൻ എന്താ ഇത്ര നിർബന്ധം? അത് മാത്രം പറയുന്നില്ല. എന്താണ് ഇത്ര രഹസ്യമെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുമില്ല. അപ്പോന്ന് വെച്ചാ എന്ത് കാര്യമായിരുന്നു പപ്പയ്ക്ക് പെട്ടെന്ന് ആള് മാറിയത്? ഇനി വേറെ ഏതെങ്കിലും പെങ്കൊച്ചുങ്ങളെ മോനു വേണ്ടി മനസ്സിൽ കണ്ടിട്ടുണ്ടോ ഏട്ടത്തി? എങ്കിലതങ്ങ് പറഞ്ഞുകൂടെ? ഇതൊന്നും അല്ല സുജാതെ. എന്തോ ഒരു കരട് പപ്പയുടെ മനസ്സിൽ വീണിട്ടുണ്ട്. ഇതിങ്ങനെ പോയ കുഴപ്പമാണല്ലോ ചേട്ടത്തി. ചേട്ടൻ ഇങ്ങനെ ഇടഞ്ഞു നിന്നാ പിള്ളേരുടെ കല്യാണം എങ്ങനെ നടത്തും? അതോ ഇനി വേണ്ടാന്ന് വെക്കാനാണോ? അവരെ പറഞ്ഞ് മോഹിപ്പിച്ചതാ. ഇനി കല്യാണം നടത്താതിരിക്കുന്നത് ദൈവദോഷമാവും. ഞാൻ മുൻകൈയെടുത്ത് കുട്ടികളുടെ വിവാഹം നടത്തും സുജാതെ. അപ്പോ ചേട്ടൻ എതിർക്കില്ലേ? എതിർക്കട്ടെ. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടേ പപ്പ വിവരം അറിയുള്ളൂ. അപ്പുനെ കൊണ്ട് സിദ്ധുമോൻ ഇവിടെ കയറാൻ ഏട്ട സമ്മതിക്കോ? ഈ പടി ചവിട്ടരെന്നും പറഞ്ഞ് വാതുക്ക നിന്നാൽ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെ പറയൂന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും കൽത്തോടത്തി താമസിക്കാൻ സിദ്ധു തയ്യാറാവില്ല. ഞാൻ വേറൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ ഗസ്റ്റ് ഹൗസ്. അത് കുഴപ്പമില്ല എടുത്തി. അവിടെ ആവുമ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഗസ്റ്റ് ഹൗസിന് 2 താക്കോലുണ്ട്. ഒന്ന് സിദ്ധുവിന്റെ കയ്യിലാ, ഒന്ന് എന്റെ കയ്യിലുണ്ട്. ആൾതാമസം ഇല്ലാതെ കിടക്കല്ലേ. സുജാതയും വരണം. നമുക്ക് പോയി അതൊന്ന് വൃത്തിയാക്കി ഇടണം. സിദ്ധു അപ്പവും അവിടെ ചെന്ന് താമസിക്കട്ടെ. എന്നാ നമുക്ക് സിദ്ധുവിനെ കൂടി വിളിക്കാം. ഗസ്റ്റ് ഹൗസ് വൃത്തിയാക്കാനേ അവനും കൂടി വരട്ടെ. ഇപ്പൊ അവൻ അറിയണ്ട. എല്ലാം റെഡിയാക്കിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട്. അന്നത്തെ മനസ്സല്ല എനിക്കിപ്പോ. ഞാൻ വല്ലാതെ മാറിപ്പോയി. എന്നാ പറ, എന്നെ നീ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ? അതോ എന്റെ ശരീരത്തെ സ്നേഹിച്ചിട്ട് പിന്നെ പെട്ടുപോയതാണോ? സ്നേഹിച്ചിട്ടില്ലല്ലേ? നീ ഇപ്പൊ സംസാരിക്കുന്നത് എന്റെ വീട്ടിൽ എന്റെ റൂമിൽ വെച്ചിട്ട്. സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കേറ്റുമെന്ന് വിചാരിച്ചോ?
നിനക്കൊരു ടാർജറ്റ് ഉണ്ട്. അതിലെത്താൻ വേണ്ടി എനിക്ക് കൈ തന്നതായിക്കൂടെ? നീ അത് ചോദിക്കുമ്പോ നിന്റെ കഴുത്തിലൊരു സ്വർണ്ണ താലിയെങ്കിലും ഉണ്ട്. തീരെ ചെറുതാണെങ്കിലും ഞാൻ കെട്ടിത്തന്നത്. അത് മറക്കണ്ട. നിനക്കും ഉണ്ടൊരു ടാർഗറ്റ്. അത് നേടിക്കഴിയുമ്പോ ഈ താലി പൊട്ടിച്ചു കളഞ്ഞ് സ്ഥലം വിടാൻ നിനക്കും പ്ലാൻ ഉണ്ടോ? എനിക്കും അങ്ങനെ ചോദിക്കാമല്ലോ. അങ്ങനൊരു പ്ലാൻ നിന്റെ മനസ്സിലുണ്ടോ? നോ. കൽത്തോട്ടത്തിലെ സ്വത്ത് നിനക്ക് അർഹതപ്പെട്ടതാ. അതുകൂടാതെ അപർണയുടെ സ്വത്തും കൂടി സ്വന്തമാക്കണമെന്നാ നമ്മുടെ പ്ലാൻ. എല്ലാം ബാലുവിന്റെ പേരിൽ മതി. എന്റെ പേരിലൊന്നും വേണ്ട. പക്ഷേ ബാലു എന്റേതായിരിക്കണം. അത് മതി എനിക്ക്. സോനാലിയിലെ സേതുപതി സാറിന്റെ മുഖം. ബാലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ പേരില് സിദ്ധുവിന്റെ പപ്പ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കിയത്. കേസും വഴക്കമുള്ള ഈ വീട്ടിൽ നിന്ന് മകൻ വിവാഹം കഴിച്ചാലേ കുടുംബത്തിന്റെ അഭിമാനം തകർന്നു പോകുന്നല്ലേ അങ്ങേര് പറഞ്ഞത്. അതേ ബാലു തന്നെ വിവാഹം കഴിച്ച് വഞ്ചിച്ചൂന്നേ റിയ ഇപ്പൊ പുതിയൊരു ആരോപണമായിട്ട് വന്ന ആ മനുഷ്യൻ മിണ്ടാതിരിക്കോ? പപ്പയെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. ഒരിക്കലും ആ മനുഷ്യനത് മനസ്സിലാവില്ല. ആമി, ബാലുന്റെ കേസൊന്നും അല്ല പപ്പയുടെ വിഷയം. ആ മനസ്സിൽ മറ്റെന്തോ കരട് കടന്നുകൂടിയിട്ടുണ്ട്. അത് തുറന്നു പറയാൻ വയ്യാത്തതുകൊണ്ട് വേറെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന പപ്പ. അതുകൊണ്ട് അതും ഇതുമായിട്ടൊന്നും കൂട്ടിക്കെട്ടണ്ട ആമി. ഞാൻ ആലോചിക്കുന്നത് ബാലുന്റെ റിയയുടെയും കാര്യം തന്നെയാ. അവര് തമ്മിലിപ്പോ കോണ്ടാക്ട് ഒന്നും ഇല്ലെന്നാണ് അവൻ ആമിയോട് പറഞ്ഞിരുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷെ അവരുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എപ്പോഴായാലും അവൾ അന്വേഷിച്ചു വരുമെന്ന് ബാലുവിന് ഊഹിക്കാമല്ലോ. അവള് വരികയും ചെയ്തു. നീ പറഞ്ഞു വരുന്നത് അവനെ സംശയിക്കണമെന്നാണോ? എന്ന് ചോദിച്ചാ ഒരുപക്ഷെ റിയയോട് തൽക്കാലം നമുക്ക് പിരിയാമെന്ന് പറഞ്ഞായിരിക്കും അവൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവൻ ഇവിടെ സെറ്റിലായി എന്നറിഞ്ഞപ്പോ റിയ പിന്നാലെ എത്തിയതും ആവാം. ഞാൻ മറ്റൊന്നുമല്ല ആലോചിച്ചത്. എന്നായാലും അവനൊരു കല്യാണം കഴിക്കണം. ദൈവം ബാലുവിന് വേണ്ടി കരുതി വെച്ചത് റിയയായിരിക്കാം. പപ്പ, മമ്മിയും കുഞ്ഞും കൂടെ എങ്ങോട്ടാ പോവാനുള്ള പരിപാടിയാ? ഒരുങ്ങിക്കെട്ടി വരുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴേ അറിഞ്ഞിട്ടിപ്പോ എന്ത് ചെയ്യാനാന്ന്. വരട്ടെ. പന്ത്രണ്ട് മണിക്ക് കഴിക്കാനുള്ള മരുന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. മഞ്ജു എവിടെ പോന്നു? പുറത്തൊന്ന് പോയിട്ട് വരാം. അതെവിടെയാ, എന്തിനാ ചോദിച്ചത്? പപ്പ എന്നോട് പറഞ്ഞിട്ടാണോ എല്ലായിടത്തും പോകുന്നതും വരുന്നതും ഓരോന്ന് ചെയ്യുന്നതും ഒക്കെ? ഓഹോ, പകരത്തിന് പകരമാണോ? അതിനൊന്നും ഞാനില്ല. സുജാതയും കൂട്ടിയാ പോകുന്നത്. ഞാൻ തനിച്ചല്ല. ആരാ? ബെസ്റ്റ്. ഞങ്ങള് താമസിക്കുന്ന വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു ഞങ്ങൾ ആരാന്ന്. ഞാൻ ജലജ ജലധരൻ. ചേട്ടത്തിമാരേതാ? അവിടെ ആരാ വന്നേ ചേച്ചി? ഇവിടെ താമസിക്കുന്ന നമ്മൾ ആരാണെന്ന് ഈ ചേട്ടത്തിമാർക്ക് അറിയണം പോലും. നിങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണോ? വാടകയ്ക്കോ? ഞങ്ങളോ?
ഞങ്ങൾക്കിതേ സ്വന്തം വീട് പോലെയാ. സിദ്ധു സാറേ അന്തസ്സായിട്ടാ മോളെ ഇവിടെ താമസിപ്പിച്ചേക്കുന്നെ. മോളുടെ സഹായത്തിനാ ഞാൻ. നീ ഏതാ? ദേ പിന്നെ ചേച്ചി അപ്പുറത്ത് പോ. അല്ല മോളെ, പറയുന്നത് കേക്ക്. അതെ, ഞാൻ ഒരു ബാങ്ക് ലോണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പാർട്ടിയാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഞാനും കൂടെ വരാം. അല്ല വേണ്ട. അതെന്താ? അത് ശരിയാവില്ല. അപ്പോ ചിലപ്പോഴേ അയാളുടെ ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടി വരും. ഹോസ്പിറ്റലിലോ? അത് ഈ ബാങ്ക് ലോണുമായിട്ട് ഹോസ്പിറ്റലിൽ എന്താ ബന്ധം? അതെ, പക്ഷെ അയാളുടെ വൈഫ് ഹോസ്പിറ്റലാ. അപ്പൊ ഒന്ന് കാണുകയും ചെയ്യാലോ. അത് സാരമില്ലെന്നേ, ഞാനും കൂടി വരാം. ഇല്ല, അത്രയും സമയം നമുക്ക് ഒരുമിച്ചിരിക്കാമല്ലോ. ഞാൻ സ്കൂട്ടർ ഇവിടെ തന്നെ വെച്ചേക്കാം, പിന്നെ വന്ന് എടുത്തിട്ട് പോയാ പോരെ? അതൊന്നും വേണ്ടെന്നേ, നീ ഇങ്ങനെ വെറുതെ വാശി പിടിക്കല്ലേ. ഞാൻ ഒന്ന് പോയിട്ട് വരാം, നീ വെയിറ്റ് ചെയ്യ്. പെട്ടെന്ന് വരാം. സിദ്ധു വരുമ്പോ ആദ്യം ഞങ്ങളെ കാണണ്ട. ഇവിടെ ഉണ്ടെന്ന് കയറി പറയുകയും വേണ്ട. നീ സംസാരിച്ചാ മതി. അതുള്ളതാ, അറിയണമല്ലോ ഇവിടുത്തെ നടപടികൾ എന്തൊക്കെയാണെന്ന്. നിങ്ങൾ അടുക്കളയിലേക്കല്ലേ? ഈ വരവ് വെറുതെ അല്ലടാ. നീ എന്തൊന്നും മിണ്ടാകുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. അവൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി നീയാ പറയേണ്ടത്. മമ്മി പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇതാരാടാ? സിദ്ധുവിനോടാ ചോദിച്ചത് ഇത് നിന്റെ ആരാണെന്ന്. എന്നാലും ഇത് കുറച്ച് കടന്നുപോയി സിദ്ധു. ഇവൻ ഇതും ചെയ്യും സുജാതെ. മമ്മിയോട് സ്നേഹമുള്ള മകൻ, അനുസരണയുള്ള മകൻ. എന്നിട്ട് എങ്ങനെ തോന്നി നിനക്കെന്നെ പറ്റിക്കാൻ? മമ്മി എന്നോട് ക്ഷമിക്കണം. വേറെ വഴിയില്ലാത്തോണ്ടാ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്ന്. ഇതിനുള്ള മറുപടി നിന്റെ കവിളത്താ തരേണ്ടത്. പക്ഷേ അതിന് പോലും എനിക്കിപ്പോ തോന്നുന്നില്ല. മമ്മി, ഒരു കാര്യം അറിയണോ എനിക്ക്. നീ ഇവളെ കല്യാണം കഴിച്ചതാണോ? എടത്തി, നീ ഈ കുട്ടിയുടെ കഴുത്തിൽ രഹസ്യമായി താലി കെട്ടിയതാണോ എന്ന്. അല്ല. ഇനി നിന്നോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സിദ്ധുവിന്റെ കല്യാണം ഉറപ്പിച്ചതാണെന്നുള്ള വിവരം നിനക്കറിയില്ലായിരുന്നോ?